നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂരൽമലയിലും മുണ്ടക്കയത്തിലുമായി ഉണ്ടായ ദുരന്തത്തിൽ 400ഓളം കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടമാവുകയും നിരവധി ആളുകൾ മരിച്ചു പോവുകയും ചെയ്ത കേരളം വിറങ്ങലിച്ച ഒരു ദുരന്തം. ആ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഏതാണ്ട് 671 കോടിയോളം രൂപയാണ് വന്നു ചേർന്നതെന്നാണ് ഔദ്യോഗികമായിട്ട് സർക്കാർ പുറത്തുവിട്ട കണക്ക്. എന്നാൽ നാളിതുവരെ ഇത്രയും മാസങ്ങളായിട്ടും ആ ദുരിതബാധിതർക്ക് അർഹമായ രീതിയിലുള്ള ദുരിതാശ്വാസം അല്ലെങ്കിൽ പുനരധിവാസം നടത്തുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത ദിവസം തന്നെ വീണ്ടും ചൂരൽമലയിൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ ശക്തമായ മഴയുണ്ടായ സമയത്ത് അവിടുത്തെ ദുരിതബാധിതർ വിവിധ ചാനലുകൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞെല്ലാം നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഇത്രയും പൈസ പൊതുഖജനാവിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ട് അത് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി മാത്രം ആളുകൾ സഹായിച്ചിരിക്കെ അത്തരം ആളുകൾക്ക് 1 കോടി രൂപ വെച്ച് ഒരു കുടുംബത്തിന് 1 കോടി രൂപ വെച്ച് കൊടുത്താൽ പോലും ബാക്കി പൈസ പൊതുഖജനാവിൽ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിൽ ബാക്കി ഉണ്ടാകുമെന്നിരിക്കെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഫണ്ട് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ തങ്ങൾക്ക് കമ്മീഷനാക്കി അടിച്ചു മാറ്റാമെന്നുള്ളതാണ് പിണറായി സർക്കാർ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസം മുന്നേ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചൊരു യോഗത്തിൻ്റെ പത്രവാർത്ത കാണുകയുണ്ടായി. ഒരു തീരുമാനത്തിൻ്റെ പത്രവാർത്ത കാണുകയുണ്ടായി. അതായത് ചൂരൽമലയിലെ പുഴയിലെ കല്ലും മണ്ണും നീക്കം ചെയ്യാൻ വേണ്ടി 195.5 കോടി രൂപയുടെ കരാർ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിന് നൽകിയിരിക്കുകയാണ്. അതായത് 195.5 കോടി. ആകെ വന്ന പൈസ 761 കോടിയാണ്. അതിൽ നിന്ന് 195.5 കോടി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ആ പുഴയിലെ മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ വേണ്ടി മാത്രമെന്ന പേരിൽ അനുവദിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവിടെ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനത്തിനാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഇപ്പം അടുത്ത ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സൈബർ സഹാക്കൾ പുറത്തുവിടുന്ന ദേശാഭിമാനിയുടെ ഒരു വീഡിയോ ക്ലിപ്പിങ്സ് സംസ്ഥാന സർക്കാർ ഇതുവരെ എന്ത് ചെയ്തു വയനാട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അതിൽ തന്നെ പറയുന്നുണ്ട് 48 കോടി രൂപ 48 ലക്ഷമല്ല 48 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എസ്റ്റേറ്റ് മുതലാളി സ്ഥലവും ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എസ്റ്റേറ്റ് മുതലാളിയുമായി ഈ കോടതിയിൽ കേസ് നടത്തിയുമായി ബന്ധപ്പെട്ട് 48 കോടി രൂപ ചിലവാക്കിയെന്ന് സംസ്ഥാന സർക്കാർ ഒഫീഷ്യലായിട്ടുള്ള CPMൻ്റെ ദേശാഭിമാനി ചാനൽ തന്നെ പത്രത്തിൻ്റെ ഓൺലൈൻ മീഡിയയായ വീഡിയോ ചാനൽ പുറത്തിറക്കിയ ക്ലിപ്പിങ്സ് നമ്മളെല്ലാം കണ്ട് 48 കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് 195 + 48 ഏതാണ്ട് 250 കോടിക്ക് അടുത്തായി. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബോഡി സംസ്കരിക്കാൻ 75,000 രൂപയുടെ ചിലവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതിക്ക് സർക്കാർ കൊടുത്തൊരു കണക്ക് നമ്മളെല്ലാവരും കാണുകയുണ്ടായി. ഈ രീതിയിൽ പാവങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ട ഇല്ലെങ്കിൽ പ്രവാസ ലോകത്തു നിന്നടക്കം നാട്ടിൽ നിന്നടക്കം നിരവധി ചെറുതും വലുതുമായ സംഘടനകളും വ്യവസായികളും എല്ലാം കൊടുത്ത ആ ഒരു ഫണ്ട് അത് ശരിയായ വണ്ണം വിനിയോഗിക്കാതെ ആ ഫണ്ട് എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരിപ്പം പറയുന്നു യൂത്ത് കോൺഗ്രസ് 30 വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച് പൈസ പിരിച്ചിട്ട് 30 വീട് വെച്ച് കൊടുത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉന്നയിക്കുന്ന പുതിയ ആരോപണം. 100 വീടാണ് DYFI പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും ഒരു വീട് ഇതുവരെ കൊടുത്തിട്ടുണ്ടോ? ആ 100 വീടിൻ്റെ ക്യാഷ് DYFI മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്നാണ് പറയുന്നത്. അതായത് ഈ 761 കോടി രൂപ 671 കോടി രൂപയുടെ മുകളിൽ അടയിരിക്കുന്ന ആ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് ഈ 100 കോടിയും DYFI കൈമാറിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച പൈസ ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി. അത് 85 ലക്ഷം രൂപ 2.something കോടി രൂപയുടെ പരിപാടിയാണ്. ആദ്യഘട്ടം 85 ലക്ഷം രൂപ പിരിച്ചു. അത് കൃത്യമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുണ്ട് എന്നുള്ളത് പിന്നെ ദൃശ്യമാധ്യമങ്ങളടക്കം സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഔദ്യോഗികമായിട്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുകയുണ്ടായി KPCC വെച്ചു കൊടുക്കുന്ന വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് രാഹുൽ ഗാന്ധി അവിടെ 100 വീട് ഏറ്റവും ആദ്യം പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധിയാണ്. ആ 100 വീടിന് വേണ്ടിയാണ് 30 വീട് യൂത്ത് കോൺഗ്രസും പ്രഖ്യാപിച്ചത്.
അപ്പോൾ അതിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസും അത് കൈമാറാൻ ഉദ്ദേശിക്കുന്നതും. അത് KPCC പ്രസിഡൻറ്റുമായി KPCC നേതൃത്വമായിട്ട് സംസാരിച്ച് KPCC കൊടുക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് ചേർത്തുകൊണ്ട് തന്നെ ഇത് കൊടുക്കും. മാത്രമല്ല സംസ്ഥാന സർക്കാരാണ് അവിടെ സ്ഥലം അനുവദിച്ച് ഓരോ സംഘടനകൾക്ക് വീട് വെക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത്. അത് ഇതുവരെ കൊടുത്തിട്ടുമില്ല. DYFIയുടെയും വിഷയം അത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെ അതിൻ്റെ കൃത്യമായ വീടിൻ്റെ പണികൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത്തരം ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനുമെതിരെയൊക്കെ ഉന്നയിക്കുമ്പോൾ ഈ 671 കോടി രൂപ കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത് സ്വന്തമായിട്ട് സ്വന്തം സംഘടനയുടെ, അതായത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മാർഗമായിട്ട് ഇത്തരം ദുരന്തങ്ങൾ CPM പിണറായി സർക്കാരും വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. കോവിഡ് കാലത്ത് PP കിറ്റ് വാങ്ങാൻ 500 രൂപയുടെ PP കിറ്റ് 1500 രൂപ വെച്ചിട്ട് വാങ്ങിയ സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ ഓരോ ദുരന്തങ്ങളും പൊതുഖജനാവിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരുടെയും നിന്നും പൈസ വാങ്ങിയിട്ട് അർഹരായ ആളുകളിലേക്ക് എത്തിക്കാതെ അത് എങ്ങനെ വ്യത്യസ്തമായ മാർഗത്തിലൂടെ കമ്മീഷനാക്കി അടിച്ചു മാറ്റാമെന്നാണ് CPM ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ ആദ്യം നടപ്പിലാക്കി കാണിക്കണം, എന്നിട്ട് വേണം പ്രതിപക്ഷത്തെ വിമർശിക്കാനെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്.